ഹലോ, അസ്സാം വലൈക്കും. ചെത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഷെഹസാമോളുടെ കല്യാണ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ മരുമോനെ വിളിക്കൽ ചടങ്ങാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ ഷെഹസായുടെ വീട്ടിലേക്ക് പുതിയാപ്പിള വരുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പോവാം. സാധാരണ നമ്മളെ നാട്ടിൽ എപ്പോഴാണോ നിക്കാഹ് കഴിയുന്നത് ആ ഒരു ദിവസമായിരിക്കും പുതിയൻ്റെ വീട്ടിൽ വന്നിട്ട് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് വിരുന്നുണ്ടാവുക. പക്ഷേ നമ്മുടെ ഈ ഒരു ഷെഹസായുടെ കല്യാണത്തിൻ്റെ ആ ഒരു ഡേറ്റൊക്കെ ഫിക്സ് ആയതിനു ശേഷമാണ് അവരുടെ വീട്ടിലൊരു സങ്കടകരമായ കാര്യം നടന്നത്. ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അന്നേ ദിവസം വലിയ ആഘോഷത്തിൽ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ദിവസം ഇതൊരു ചടങ്ങായിട്ട് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ സെയിം ഡേ തന്നെ മരുമോനെ വിളിക്കൽ ചടങ്ങ് നടക്കുമായിരുന്നു. അപ്പം നിക്കാഹിൻ്റെ അന്ന് ചെറുതായിട്ടൊന്ന് പുതിയാപ്പിള വന്നു പോയതാണ് വീട്ടിൽ, അല്ലാതെ വലിയ വിരുന്നായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ദിവസമാണ് ഇന്ന്. കാരണം മരുമോനെ വിളിക്കൽ എന്ന് പറയുന്ന ചടങ്ങ് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഏറ്റവും വലിയ ചടങ്ങായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ചടങ്ങാണ്. നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മൾ ഈ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും സമയവും സൗകര്യവും ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചില വീടുകളിലൊക്കെ നല്ല ഉച്ച സമയത്തായിരിക്കും മരുമോനെ വിളിക്കൽ. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് എല്ലാ വീടുകളിലും എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിലാണ് മരുമോനെ വിളിക്കൽ ചടങ്ങ് ഉണ്ടാകുന്നത്. പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലെ മരുമോനെ വിളിക്കൽ, മരുമോനെ ഉറക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചില വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ ഉച്ചയ്ക്കാണ് നിക്കാഹ് കഴിയുന്നത് എങ്കിൽ ഉച്ചയ്ക്ക് മരുമോൻ്റെ ആ ഒരു വലിയ ഭക്ഷണം അവിടെ ഉണ്ടാവും, ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ള ഫുഡ്. അതിനുശേഷം രാത്രി വേറൊരു ചടങ്ങായിട്ട് മരുമോനെ ഉറക്കൽ എന്ന് പറഞ്ഞിട്ട് അതൊരു ചടങ്ങായിട്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മരുമോനെ എപ്പോഴാണോ രാത്രി വരുന്നത് ആ ഒരു സമയത്ത് തന്നെ ഉറക്കലും അതോടൊപ്പം തന്നെ കഴിയാറുണ്ട്. പിന്നെ സാധാരണ നമ്മളെ വീടുകളിൽ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പെണ്ണുങ്ങളാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ വലിയ ചടങ്ങുണ്ടല്ലോ മരുമോനെ വിളിക്കുന്ന ചടങ്ങ്, ഈ ദിവസം ആണുങ്ങളായിരിക്കും ഫുഡ് ഉണ്ടാക്കുക. ബാക്കി നമ്മൾ അരിയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പെണ്ണുങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആണുങ്ങൾ അരിപ്പയൊക്കെ കഴിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാടി എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടിയിലാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ഞാൻ എന്താ ഈ ഒരു കാഴ്ചകൾ, നമ്മുടെ പുതിയണ്ണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മട്ടുപ്പാവിലിരിക്കുകയാണ്. അപ്പോൾ ഇതാ രാത്രി അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു സ്റ്റേജൊക്കെ നമ്മുടെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആണുങ്ങളാണ് ബിരിയാണിയൊക്കെ റെഡിയാക്കിയത്. നമ്മുടെ നാട്ടിലെ തന്നെ ഒരു അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു മോനുണ്ട്, ആ ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ ഹെൽപ്പിന് നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ആരും പൈസ കൊടുത്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ഇതൊക്കെ സ്വമനസാലെ ചെയ്യുന്നതാണ്. നമ്മൾ വിളിച്ചാൽ അവർ വന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ദിവസത്തെ ഈ ഒരു ഫുഡ് നമ്മൾ പുതിയാപ്പിളയുടെ വീട്ടിലേക്കും കൊടുക്കുന്നുണ്ട്. വലിയൊരു ചമ്പ് നിറയെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു ബിരിയാണിയും നമ്മൾ എന്തൊക്കെയാണോ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊക്കെയും അവരുടെ വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുപോയി കൊടുക്കും. അതൊരു ചടങ്ങായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ആ ചടങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെയും അവിടെ നിന്ന് പൈസ കൊടുക്കും. പിന്നെ വേറൊരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ആ പാത്രങ്ങളൊക്കെ കൊണ്ട് അവരിങ്ങോട്ടേക്ക് വരും, ആ ദിവസവും കുറച്ച് പൈസയൊക്കെ തരും. പിന്നെ ഈ ഒരു ദിവസം നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും, അതായത് മുഴുവൻ ആണുങ്ങൾക്കുമാണ് ഇവിടെ ചോറ്. പുതിയണ്ണെ വിളിക്കുന്ന ദിവസം, മരുമോളെ വിളിക്കുന്ന ദിവസമാണ് പെണ്ണുങ്ങൾക്ക് ചോറുള്ളത്. അല്ലാത്ത ദിവസം, ഇന്നത്തെ ദിവസം മരുമോനെ വിളിക്കലെന്ന് പറയുമ്പോൾ നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളും നമ്മുടെ ഈ വീട്ടിലേക്ക് വരുമെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളും പോയിട്ട് ആൾക്കാരെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുതിയാപ്പിളയും ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആൾക്കാർ വിളിച്ചതും എല്ലാവരും ചേർന്നിട്ട് വരുന്നത് നമ്മുടെ വീട്ടിലേക്കായിരിക്കും. നമ്മുടെ ഈ വീട്ടിലാണ് മെയിനായിട്ട് ഇന്ന് ഫുഡുള്ളത്. പുതിയാപ്പിളയുടെ വീട്ടിൽ ഇന്ന് ഫുഡ് ഉണ്ടാവില്ല. അവരുടെ വീട്ടിലേക്കുള്ള ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും. പക്ഷേ നമ്മൾ ക്ഷണിക്കപ്പെട്ടതും അദ്ദേഹം ക്ഷണിക്കപ്പെട്ടതുമായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഭക്ഷണം കഴിക്കുക നമ്മുടെ ഈ പുതിയണ്ണിൻ്റെ വീട്ടിലായിരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് ഫുഡിന്ന് കൊണ്ടുപോകുന്നത് എന്നല്ലേ. പക്ഷേ അന്ന് നമ്മൾ പണ്ട് മുതൽക്കേ ഉള്ളൊരു ചടങ്ങാണ് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞതിന് മുന്നേ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിനും അവർക്ക് കൊടുക്കുക എന്നുള്ളത്.
അപ്പോൾ ഇന്ന് നമ്മളൊരു വലിയ ചെമ്പിൽ കൊടുക്കും. ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ടാണ് കേട്ടോ ചെമ്പിൻ്റെയൊക്കെ വലിപ്പം ചെറുപ്പം കണക്കാക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്കും അയൽവാസികൾക്കും ഒക്കെ അവരിന്ന് അതിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഫുഡ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. പലഹാരങ്ങളും അതിൻ്റെ ഒപ്പം ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇപ്പോൾ കപ്പലിൻ്റെയൊക്കെ ആ ഒരു വരവ് അല്പം കുറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ അവൈലബിലിറ്റി ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിന് പകരം വേറെ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ പ്ലേറ്റൊക്കെ കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളെ വീട്ടിൽ പേപ്പർ പ്ലേറ്റ് ഒന്നും യൂസ് ആക്കിയിട്ടില്ല. നമ്മളെല്ലാം സാധാരണ പ്ലേറ്റുകളിലൊക്കെയാണ് ഇന്ന് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ. ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ്, ബന്ധുക്കളാണ്, അയൽവാസികളാണ്, അവരുടെ കൂട്ടുകാരാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ചോറുണ്ടാക്കണമല്ലോ ഇന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റ അടിക്ക് ചോറൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ചെമ്പൻ പാത്രങ്ങളിലൊക്കെ ആയിട്ടാണ് ഇന്ന് ചോറ് വെച്ചത്. കാരണം അവർക്ക് കൊടുക്കാൻ സെപ്പറേറ്റ് ചോറ് വെക്കണം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും. അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഫുഡൊക്കെ റെഡിയായത്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ആട് ബിരിയാണിയും കൂടി റെഡിയാക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയാണത്. എന്തൊരു ചടങ്ങുണ്ടെങ്കിലും ആട് എന്ന് പറയുന്ന ആ ഒരു ബിരിയാണിക്ക് ഏറ്റവും മുൻതൂക്കം തന്നെയാണുള്ളത്. കാരണം കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നാൽ നമ്മൾ അവർക്ക് സ്പെഷ്യലായിട്ട് ആട് ബിരിയാണിയാണ് കൊടുക്കുക. അപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ആടിനെയൊക്കെ നമ്മളെ വീട്ടിലില്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ടൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് അധികം പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമാണ് നമ്മളെ കൊണ്ട് ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ളത്. വലിയ ചടങ്ങുകൾ എപ്പോഴും അങ്ങനെയാണ്. ഇനിയിപ്പോൾ യാസീനൊക്കെയാണ് നമ്മളെ വീടുകളിലുള്ളത്, അല്ലെങ്കിൽ വലിയ അടിയന്തിരങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെയും ആണുങ്ങളുടെ പണിയാണ്. നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെയാണ് ഈ ഒരു സമയത്ത് കിട്ടുക. തേങ്ങ ചിരണ്ടി കൊടുക്കുക, അതേപോലെ തന്നെ വേറെ പച്ചക്കറി അരിയുക, ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനത്തെ പണികളൊക്കെയാണ്. പിന്നെ ആട് ബിരിയാണിയൊക്കെ കുറഞ്ഞ തോതിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, അത്ര അധികം ഒന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബിരിയാണി വെക്കലൊക്കെ സ്ത്രീകളുടെ സെക്ഷനാണ്. പിന്നെ വേറൊരു പ്രത്യേകത പറയാനുള്ളത്, എൻ്റെ നാട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ബൊഫേ സിസ്റ്റം ഇല്ല. പണ്ടെപ്പോഴൊക്കെയോ ഏതൊക്കെയോ കല്യാണത്തിന് ബൊഫേ സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നു ബൊഫേ സിസ്റ്റം ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരു 4 വർഷമൊക്കെ മുന്നേ ആണ്. അല്ലാതെ അങ്ങനെ ബൊഫേ സിസ്റ്റം ഒന്നും വെക്കാറില്ല നമ്മുടെ നാട്ടിൽ. സാധാരണ നമ്മൾ വിളമ്പി കൊടുത്ത് കഴിക്കലാണ് പതിവ്. അപ്പോൾ എനിക്കൊക്കെ പേഴ്സണൽ പറയണം, എനിക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ചടങ്ങനുസരിച്ചിട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇഷ്ടം. ബൊഫേ സിസ്റ്റം ഒന്നും ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലത് ശരിക്കും അങ്ങനെ ചേരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിങ്ങനെ നമ്മൾ കണ്ടു മറന്ന ആ ഒരു ശീലങ്ങൾ അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറ്റാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവർ വിളമ്പിത്തന്നെ കഴിക്കുന്നതാണ് നമുക്കിഷ്ടം. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ എനിക്ക് അതിനോട് യോജിപ്പ് ഇല്ല എന്നൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളങ്ങനെ ദമ്മൊന്നും ഇടുന്നില്ല ബിരിയാണി. ജസ്റ്റ് ഇങ്ങനെ ലെയറാക്കി വെച്ചിട്ട് അടച്ചിട്ട് അതിന് ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ വെക്കുക എന്ന് മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെറ്റാക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ ദൗത്യം ഇന്ന് ഞങ്ങൾക്കാണ് കിട്ടിയത്, സ്ത്രീകൾക്ക്. ആണുങ്ങളുണ്ട്, അവരടുത്ത് തന്നെ നമുക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് വലിയ സെറ്റാണ്. കാരണം ഒരുപാട് ചെമ്പുകളിൽ ഇന്ന് സെറ്റ് അടിക്കേണ്ടതുണ്ട്. നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ ഒരു ഫുഡ് അവർ കഴിക്കുകയും വേണം. അതിനുശേഷം നമ്മുടെ അയൽവാസികൾക്കും, പിന്നെ ഇവർ വിളിച്ചിരിക്കുന്ന കല്യാണത്തിനായിട്ട് അവർ കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ ഒരു ഫുഡ് ഇന്ന് കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ എൻ്റെ നാട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം പണ്ട് മുതൽക്ക് നമ്മൾ എന്തൊക്കെയാണോ ശീലിച്ചു വന്നത് അതിപ്പോഴും ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം രീതിയിൽ നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിലും ഈ കല്യാണ വീട്ടിൽ നിന്നും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ മറ്റു വീടുകളിലേക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള എൻ്റെ നാട്ടിലെ ആ ഒരു ആചാരം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനമാണ്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീടുകളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കൂലേ, ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഖബർസ്ഥാനുള്ള പള്ളികളിലേക്ക് ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ അവരുടെ ആ ഒരു പള്ളികളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ 4-5 പള്ളികളിൽ നമ്മുടെ ആൾക്കാരുടെ ഖബറുണ്ടെങ്കിൽ ആ 4-5 പള്ളികളിലേക്കും നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡിൽ നിന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന
ചില കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വളരെ താല്പര്യത്തോടു കൂടി നമ്മളത് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരുമാണ്. അങ്ങനെ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെയും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മളെ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് ഈ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ ഓരോ പങ്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നുണ്ടാക്കുന്ന ഫുഡിൽ നിന്നും അന്നുണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ ഇന്ന് പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ കൂടെ തന്നെ കുറച്ച് മുതിർന്ന ആൾക്കാരും കയറും. കാരണം ഈ പാത്രങ്ങളൊക്കെയും ആ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ ഇറക്കിപ്പിക്കില്ല, നമ്മൾ തന്നെ ഇറക്കിയിട്ട് അവരുടെ വീട്ടിൽ എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അപ്പം മുതിർന്ന ആൾക്കാരും പോവും. പിന്നെ അതിനുശേഷം നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പോൾ പുതിയാപ്പിള വരാറായി. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, രാത്രിയാണ് നമ്മുടെ വീട്ടിൽ മരുമോനെ വിളിക്കൽ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കവാടത്തിൽ കൂടിയാണ് മരുമോനും, അതായത് പുതിയാപ്പിളയും ആൾക്കാരും കയറി വരേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മരുമോൻ എന്നാട്ടോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മരുമോൻ എന്നിങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഡെക്കറേഷൻസും ഒക്കെയും ഓരോ വീട്ടുകാരുടെയും താല്പര്യം അനുസരിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ചില വീടുകളിലൊക്കെയും സ്റ്റേജ് ഉണ്ടാക്കും. ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് പുതിയാപ്പിളേനെയും ഫ്രണ്ട്സുമാരെയും ഒക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തുക. നമ്മൾ നോർമലായിട്ട് എല്ലാവരും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു സ്ഥലം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അവർക്ക് രണ്ടുപേർക്കും ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ നമ്മുടെ പുതിയവണ്ണ് റെഡിയായി അവളുടെ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ അവളുടെ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ, നമ്മുടെ ദിയ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരോടും അല്ലേ, അവരിന്ന് ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളും എല്ലാവരും ചേർന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെ മോൾ ഇന്ന് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് എങ്ങനെയാണ് ചേരുന്നത് ആ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഒരുങ്ങുന്ന കാര്യത്തിലും. പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെയാണല്ലോ കല്യാണ വീടുകളിൽ മെയിനായിട്ട് നടക്കുന്നത്. അതിനുശേഷം നമ്മൾ പുതിയാപ്പിളേനെ തേടിപ്പോവുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് പുതിയാപ്പിളയുടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ആൾക്കാർ പോകും. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഒരു കസവ് തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു പാത്രം കൊണ്ടുപോകാറുണ്ട്. ഇത് പല വീടുകളിലും പല രീതിയിലാണ് കേട്ടോ. പണ്ടൊക്കെ ഇതിൽ മുറുക്കാനായിരുന്നു ഇട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നത്. പിന്നെ കാശും തരും ആ വീട്ടിൽ പോകുമ്പോൾ. ഇപ്പോൾ ഇതിലേക്ക് സ്വീറ്റ്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, ബദാം, അണ്ടിപ്പരിപ്പ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോഴൊക്കെ കൊടുക്കാറുള്ളത്. ചില വീടുകളിൽ ഇത് ഗിഫ്റ്റ് ഹാമ്പർ പോലെ റെഡിയാക്കിയിട്ടും കൊടുക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ആൾക്കാരൊക്കെ, നമ്മുടെ കസിൻസും നമ്മുടെ അയൽവാസികളും നമ്മളെ വീട്ടിൽ വിളിച്ചിട്ടുള്ള കുറച്ച് പേരൊക്കെ ചേർന്നിട്ട് പുതിയാപ്പിളേനെ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ദിവസം പുതിയാപ്പിളയുടെ വീട്ടിൽ ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. എല്ലാവർക്കും മെയിൻ ഭക്ഷണം ഉണ്ടാവുക പുതിയവൻ്റെ വീട്ടിലാണ്. പക്ഷേ ഈ മരുമോനെ തേടിപ്പോകലിന് വേണ്ടി പോയ ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പലഹാരങ്ങളും ഹോർലിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള വെൽക്കം ഡ്രിങ്ക്സുകളൊക്കെ ഇന്ന് കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഇവർ ആ വീട്ടിൽ നിന്ന് പുതിയാപ്പിളനെയും കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വരിക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞങ്ങളുടെ ഈ പുതിയവൻ്റെ വീടും പുതിയാപ്പിളയുടെ വീടും കുറച്ച് അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിലൊന്നും കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഇനി അധികം ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഭർത്താവിൻ്റെ വീട് എങ്കിൽ അവിടെ നിന്ന് അവരൊക്കെ വണ്ടിയിലാണ് വരാറുള്ളത്. അപ്പോൾ ഈ തേടിപ്പോകലും വണ്ടിയിലായിരിക്കും. പിന്നെ കുടയൊക്കെ പിടിച്ചിട്ടും വരാറുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഓരോ വീട്ടുകാരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. പിന്നെ ഇന്നേ ദിവസം പുതിയാപ്പിള കുറേ ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടാവുമല്ലോ, അവരൊക്കെയും പുതിയാപ്പിളേനെ വന്നിട്ട് അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ അവർ കാശൊക്കെ കൊടുക്കും ഈ പുതിയാപ്പിളയ്ക്ക്. പിന്നെ ഈ ഒരു കാശിൽ നിന്നൊക്കെ ഒരു വലിയ തുക നമ്മളെ പുതിയവൻ്റെ വീട്ടിലേക്കും തരും. ഇതൊന്നും ആരും സ്ത്രീധനമോ പുരുഷധനമോ ഒന്നും ആയിട്ടല്ല തരുന്നത്. അതൊക്കെ നാട്ടിൽ പണ്ട് മുതൽക്കുള്ള ആചാരങ്ങളാണ്. അതനുസരിച്ചിട്ട് തരും. ഇനിയിപ്പോൾ ഒരു പൈസയും തന്നിട്ടില്ല എന്നാൽ ഒരു കുഴപ്പവുമില്ല, സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിക്കും. അതൊക്കെ തരുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. പക്ഷെ അധികം പേരും നല്ല ഒരു സംഖ്യ കൊടുക്കാറുണ്ട് അവരുടെ കഴിവനുസരിച്ചിട്ട്. പിന്നെ ഇന്നത്തെ ദിവസം പുതിയവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരോടും യാത്ര ചോദിക്കും. നിക്കാഹിന് ഇറങ്ങുമ്പോഴും യാത്ര ചോദിക്കും. ആ സമയത്തൊക്കെ കരച്ചിലൊക്കെ വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനാ കരയുന്നത് എന്ന് നമ്മൾ ചോദിച്ചു പോകും. കാരണം ഈ പുതിയാപ്പിള അവിടെ പോയിട്ട് പിറ്റേ ദിവസം ഉറങ്ങി എണീറ്റിട്ട് വീണ്ടും സ്വന്തം വീട്ടിലേക്കാണ് വരുന്നത്. ഉച്ചഭക്ഷണമൊക്കെ സ്വന്തം വീട്ടിലായിരിക്കും എല്ലാ കാലവും. അവരൊറ്റയ്ക്ക് മാറി താമസിച്ചാലും നമ്മളെ വീട്ടിൽ, അതായത് പുതിയാപ്പിളയുടെ വീട്ടിലായിരിക്കും ഉച്ചഭക്ഷണം കഴിക്കുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ പുതിയാപ്പിള നമ്മളെ വീട്ടിലേക്ക് എത്തി. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു കവാടത്തിൽ കൂടി അദ്ദേഹം കടന്നു വരികയാണ്.
അപ്പം നമുക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് കൈയൊക്കെ അടിച്ച് പാസ്സാക്കുന്നുണ്ട്, പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല, കാരണം കുറച്ച് കമൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഇടുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മുടെ പുതിയാപ്പിള വന്നു, നമുക്കൊക്കെ ഭയങ്കര സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. പിന്നെ പുതിയാപ്പിള വരുന്നതിന് മുന്നേ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. അതിനുശേഷം കുറച്ചൊക്കെ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഒരല്പം തിരക്കൊക്കെ കഴിയുമ്പോഴാണ് പുതിയാപ്പിളേനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി നമുക്ക് പുതിയാപ്പിളേനെ ശരിക്കൊന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ ശരിക്കും ശ്രദ്ധിക്കാനോ പറ്റാതാവും. അപ്പം എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് മിക്സ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ മക്കളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പന്തലിടാനൊക്കെ നല്ല ഇഷ്ടം പോലെ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ പന്തലും ഈ കവാടവും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ ചെയ്യാൻ സാധിച്ചു. അധികം വീടൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇത് ഉണ്ടായിരുന്നത് എങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നും നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ കണ്ട് തന്നെ നമുക്ക് നമ്മുടെ പന്തൽ സൂപ്പറായിട്ട് റെഡിയാക്കാനും പറ്റി. ആൾക്കാരൊക്കെ വന്നവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനും ഒക്കെ നോക്കാനും എല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. പിന്നെ പുതിയാപ്പിളയും കൂട്ടരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓളമായിരിക്കും, കാരണം ഭയങ്കര ബഹളമായിരിക്കും അടുക്കള ഭാഗത്ത്. അത് പണ്ട് മുതൽക്കേ അങ്ങനെ ഒരു അനക്കവും ആട്ടവും എന്നൊക്കെ പറയും. അങ്ങനെ അനക്കവും ബഹളവും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ഇവരെ നോക്കുന്ന കാര്യത്തിലായാലും, കാരണം നമ്മളൊരു വിട്ടുവീഴ്ച ഒന്നും കാണിക്കാൻ പാടില്ല, നല്ല രീതിയിൽ തന്നെ നോക്കണം പുതിയാപ്പിളേനെയും കൂട്ടരെയും. അവർക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ അത് നമുക്ക് പിന്നീട് ഒരു പറച്ചിലായിട്ട് മാറരുത്. അതൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് പുതിയാപ്പിളയും കൂട്ടരും വന്നവരെ നമ്മൾ നോക്കുക. പിന്നെ ഇവരുടെ കൂടെ തന്നെ ഇവരുടെ കാരണവന്മാരുണ്ടാകും അവരുടെ വീട്ടിൽ നിന്ന് വന്നത്, അവരെ നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ തരത്തിൽ തന്നെ നോക്കണം. അതും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പുതിയാപ്പിളയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ റെഡിയാക്കും. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാക്കമാരുണ്ടാവുമല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന മുതിർന്ന ആൾക്കാർ, അവർക്കും ഈ സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണോ പുതിയാപ്പിളയ്ക്ക് ഉണ്ടാക്കിയത് അതിൽ നിന്നൊക്കെ അവർക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല, അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരണം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഉമ്മമാരായിക്കോട്ടെ എല്ലാവരും. അങ്ങനെ ഈ ഒരു സമയത്ത് അടുക്കള ഭാഗം ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു സമയത്ത് എന്തൊക്കെയോ അകത്താക്കുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് നമ്മൾക്കൊക്കെ ഓരോരോ പണികൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കസ്റ്റാർഡ് ഒഴിക്കൽ എന്ന് പറയുന്ന ആ ഒരു ജോലിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള പണിയായിരുന്നു അത്. പിന്നെ പുറത്ത് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, ചിക്കൻ വറുത്തത് കൊടുക്കാൻ ഒരാൾ, അങ്ങനെയൊക്കെയും ഓരോന്നിനും ഓരോ ആൾക്കാരെ നേരത്തെ തന്നെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മളെ ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മളെ ബന്ധുക്കളൊക്കെയാണ്. പിന്നെ അങ്ങനെ അവരൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പണിയായിരുന്നു ഈ കസ്റ്റാർഡ് ഒഴിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരാൾ ഒഴിക്കും, അടുത്ത ആളതിലേക്ക് സ്പൂൺ വയ്ക്കും, അങ്ങനെ എല്ലാം നല്ല ഭംഗിയിൽ നടന്നു. അപ്പോൾ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയാപ്പിള ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പുതിയണ്ണെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് പോവും. അതൊരു ചടങ്ങാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ പുതിയണ്ണെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നത്. അതൊക്കെയും ഓരോരുത്തരുടെ സമയ സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിലിങ്ങനെ മഹറായിട്ടുള്ള സാധനമൊന്നും കഴുത്തിൽ ഭർത്താക്കന്മാർ കെട്ടിക്കൊടുക്കാറില്ല. ചിലരൊക്കെ കെട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മളെ നാട്ടിൽ കല്യാണം നടക്കുന്ന സമയത്ത് മഹർ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കലാണ് പതിവ്. പള്ളിയിൽ നിക്കാഹ് കഴിഞ്ഞാൽ അങ്ങനെ, ചിലതിൽ വീടുകളിലൊക്കെ നിക്കാഹ് കഴിക്കുന്നവരും ഉണ്ട്, നമ്മുടെ ഖത്തീബും ഖാളിയൊക്കെ വന്നിട്ട്. പക്ഷേ ഈ മഹർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കൽ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികവും മഹർ സ്വർണ്ണമായിട്ട് കൊടുക്കുന്നവരും ഇല്ല, പൈസ കൊടുക്കും. പിന്നെ ഈ പുതിയാപ്പിളയുടെ വീട്ടിൽ പോകില്ലേ, ആ സമയത്ത് അവൾക്ക് ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേജൊക്കെയും നമ്മളെ മക്കളൊക്കെ തന്നെയാണ് വൈകുന്നേരം മുതലേ റെഡിയാക്കിയത്. നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയണ്ണ് കയറി, പുതിയാപ്പിള ഒരു ബൊക്കെയൊക്കെ അവൾക്ക് കൊടുത്തിട്ടാണ് അവളെ സ്വീകരിച്ചത്. അങ്ങനെ നമ്മളൊക്കെ കൈകടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളൊക്കെയാണ് ഈ കൈയടിക്കുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കൈയടിക്കുന്ന കാര്യത്തിൽ ഞാനൊക്കെ ഫസ്റ്റ് പ്രൈസാണ്. പിന്നെ ആ മിസ്റ്റർ ആൻഡ് മിസ്സസ്
ആയിട്ടുള്ള ആൾക്കാരല്ലേ അവർക്ക് രണ്ടുപേർക്കും ആ ഒരു രീതിയിലുള്ള ആ ഒരു തീമിലുള്ള ഒരു കേക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പണ്ടുള്ളതല്ല കേട്ടോ, ഇതൊക്കെ ഇപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൽ എനിക്ക് ലൈറ്റ് അത്ര പോരാന്ന് പിന്നീടാണ് തോന്നിയത്. കാരണം അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തപ്പോൾ വലിയ ക്ലാരിറ്റി ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് അവിടെ അറേഞ്ച് ചെയ്യാമായിരുന്നു. പിന്നെ അവർ ചിലപ്പോൾ റെഡിയാക്കിയത് നമുക്കിങ്ങനെ ഒരു കുറച്ച് ഡിമ്മ് ലൈറ്റിലൊക്കെ ആകുമ്പോൾ ഇരിക്കാനും അങ്ങനെ എന്താണ് ആ ഒരു വേദി കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, അതനുസരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്. അങ്ങനെ പിന്നെ ഇവരുടെ കേക്ക് ഇവരെ കഴിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങൊന്നും പണ്ടൊന്നുള്ള ചടങ്ങല്ല, അതൊക്കെ ഇപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത കുറച്ച് ചടങ്ങുകളാണ്. കാരണം കാലം മാറുന്നതിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തലൊക്കെ നടത്താറുണ്ടല്ലോ. നമ്മുടെ പണ്ടുള്ള വേഷമൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ ധരിക്കുന്നത്, കുറച്ചൊക്കെ ചേഞ്ച് ആയില്ലേ നമ്മുടെ വേഷവിധാനങ്ങളിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കല്യാണത്തിലും കുറച്ച് എന്താണ് കൂട്ടിച്ചേർക്കലുകളൊക്കെയും നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളെ വീട്ടിലുള്ള ഫുഡ് എല്ലാവർക്കും കൊടുക്കും, നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിളിച്ച ആൾക്കാർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള ആൾക്കാരാണ് ഇത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക സ്ത്രീകളായിരിക്കും. അവരിങ്ങനെ ടില്ലർ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിലാണ് കയറുക. അതിൽ കയറിയിട്ട് അവരൊക്കെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ വീടുകളിലാണെന്നുള്ള നേരത്തെ തന്നെ ലിസ്റ്റ് തയ്യാറാക്കി ഇവരുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് അവർ ആ വീടുകളിലൊക്കെയും എത്തിച്ചിട്ടാണ് ഇനി തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് വരിക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലെ മരുമോനെ വിളിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, കാരണം മരുമോളെ വിളിക്കൽ ചടങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ അതുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് നമ്മുടെ മരുമോളെ വിളിക്കൽ ചടങ്ങുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം തന്നെ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.